ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെങ്ങാട് മൂർക്കനാട് റോഡിലെ കള്ളുഷാപ്പിലാണ് പട്ടാപ്പകൽ സിനിമാ മോഡൽ കവർച്ച നടന്നത്. ഷാപ്പ് ഉടമയെ ആക്രമിച്ച് 8 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും സംഘം കവർന്നു. ആക്രമണത്തിൽ ഉടമയ്ക്കും ജീവനക്കാരനും പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ബൈക്കിലെത്തിയ 2 പേർ ഷാപ്പിൽ 2 മണിക്കൂറോളം ചിലവഴിച്ച ശേഷമാണ് കൃത്യം നടത്തിയത്. ബില്ല് ചോദിച്ച സമയത്ത് കൂടുതൽ ഭക്ഷണം വേണമെന്ന വ്യാജേന ജീവനക്കാരനെ അടുക്കളയിലേക്ക് അയക്കുകയും തുടർന്ന് ഇയാളെ അവിടെ പൂട്ടിയിടുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഉടമയെ ആക്രമിച്ച് കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുത്തത്. തടയാൻ ശ്രമിച്ച ഉടമയ്ക്കും ജീവനക്കാരനും ആക്രമണത്തിൽ നിസാര പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ ഒരു 10:45 2 പേര് സ്കൂട്ടറുമ വന്നു. അവർ വന്ന് അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവരെന്തൊക്കെ ആംപ്ലേറ്റും അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞൊരു 11:15 ആയപ്പോൾ വേറെ 2 പേര് ഇന്നോവ പിന്നെ കാറിൽ വന്നു. അവർ ആ കാറിൽ നിന്ന് ഇറങ്ങി 2 പേര് പോയിട്ട് ബാക്കിലിരുന്നിട്ട് അവർ ഇതേമാതിരി 2 പേരും കാണാത്ത മാതിരി അവരപ്പുറത്ത് ഇരുന്നിങ്ങനെ കഴിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അതിലത്തെ ഒരാൾ ഇങ്ങനെ മുമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടോ. പിന്നെ അത് കഴിഞ്ഞു അവർ വന്നു. പിന്നെ ഇങ്ങനെ കുറേ ഇരുന്ന് ഇവർ തമ്മിൽ അറിയാത്ത മാതിരി ഇരുന്ന് കഴിച്ചു. ഒരു 12:15 ആവാൻ നേരത്ത് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു പയ്യൻ ബാക്കിലെ മറ്റൊരിരിക്കുന്നവർ കയറിപ്പോണുണ്ട്. അങ്ങനെ അവരെന്തെങ്കിലും അവിടെ പോയി പറഞ്ഞപ്പോൾ നമുക്കറിയില്ല. അവന് കണ്ടു. പിന്നെ അവ ഇവിടെ തന്നെ വന്നിരുന്നേക്ക് അവർ വന്നിട്ട് ഒന്നായിട്ട് ഞങ്ങളെ കണക്ക് കൂട്ടി. അപ്പോൾ എന്നാൽ പൈസ തരും തരണം. അല്ല ഞങ്ങളുടെ അടുത്ത് ഗൂഗിൾ പേ ആണ് പറഞ്ഞു. എന്നാൽ അതൊക്കെ അതിൽ കയറ്റി തന്നെ. അങ്ങനെ ഒരു 280 റുപ്യ അവർ പിന്നെ പൈസ നമ്മളതിൽ ഗൂഗിൾ പേയിലും കയറ്റി. പിന്നെ കുറച്ച് കറി മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പൈസ കറിക്കാരൻ്റെ അതിലും കയറ്റി. അങ്ങനെ അവർ ഇറങ്ങിപ്പോയി. അവർ പോയിട്ട് പിന്നെ നോക്കുമ്പോൾ അവർ താഴത്ത് വണ്ടിയിൽ പോയി ഇരിക്കുകയാണ്. വണ്ടി അവൻ കുറേ കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല. അതിലിടയ്ക്ക് പിന്നെ ഇവരെ ഇരിക്കുന്ന ഒരു പയ്യൻ അവരെത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അവൻ താഴത്ത് ഇറങ്ങിപ്പോയിട്ട് അവൻ ഇങ്ങോട്ട് നിന്ന് കയറി വന്നു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് ഏതോ ഒരു റൂട്ട് എന്താ ചോദിക്കാൻ, വണ്ടിയിൽ പോകേണ്ട റൂട്ട് എന്താ ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ചത്. അപ്പോൾ ശരി എന്നാ ശരി അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ ഇവനോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാ 12:45 വരെ ഞാൻ വീട്ടിൽ പോകണം. അപ്പം നിങ്ങൾ കയറാനുള്ള പൈസ തരും, ബാക്കി ഇവിടെ ആളുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാനുള്ള നിങ്ങളെ കഴിച്ചതുകൊണ്ട് കഴിക്കുന്ന വെച്ചാൽ അതിൻ്റെ കൊടുത്താൽ മതിയായിരുന്നു. അത് പറഞ്ഞേക്ക് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നീച്ച് കുറച്ച് കഴിഞ്ഞേക്ക് മറ്റും പറഞ്ഞു ഒരു ആംപ്ലേറ്റ് കൂടി വേണം എന്നാണ്. അപ്പോൾ ആംപ്ലേറ്റ് അടിക്കുന്ന ഒരാളും ഞാൻ മാത്രം ഇവിടെ ഉള്ളത്. അയാൾ നേരെ ആംപ്ലേറ്റ് അടിക്കുന്ന ആ റൂമിലേക്കാണ് കയറിയേക്ക് ആ ഡോറ് പുറത്തുനിന്ന് ആ ലോക്കാണ് നീക്കിയിട്ടു. ലോക്ക് നീക്കിയതിനോട് കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പിടിക്കാൻ ചെന്നതിനോട് കൂടെ മറ്റവനോട് പറഞ്ഞു പിടിക്കടാന്ന് പറഞ്ഞു. അതിൽ മറ്റോ വന്നിട്ട് എന്നെ അടക്കിട്ട് പിടിച്ചു. അപ്പോൾ എന്താ ഈ പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവർ പൈസ തരണ്ട, അതിന് തരാതിരിക്കാൻ എന്താ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലല്ലോ, പറയൂ എന്ന് പറഞ്ഞു. അതിനോട് കൂടെ അങ്ങോട്ട് വലത്തെ കൈ കുറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഷർട്ടിൻ്റെ കോളറിനോട് പിടിച്ചു. കോളറിൽ പിടിച്ചതോട് കൂടെ തന്നെ എൻ്റെ കഴുത്തിലുള്ള ചെയിനുമേ പിടിച്ചത്. അതിനോട് കൂടെ എന്നെ അടുത്തേക്ക് വേണ്ടി പെട്ടെന്ന് അറിയാതെ ഒറ്റ തള്ളലവൻ. അതിൽ ചെയിന് അവൻ്റെ കയ്യിരിക്കാണ്ട് പോയി, തലയുടെ മേലെ ഊരിയാണ്ട് പോയി. അങ്ങനെ ചെയിനായിട്ട് അവനോട് ഇറങ്ങി. ഇങ്ങോട്ട് കൂടെ ഞാൻ മറ്റവനെ തുറക്കാൻ വേണ്ടി വാതിൻ്റെ ഇരിക്കാൻ ചെന്നപ്പോഴേക്കും മറ്റോ ഞാൻ വണ്ടി എന്നിട്ട് മേശമേ എൻ്റെ ഫോൺ ഇരുന്നായിരുന്നു. ആ ഫോൺ എടുത്തിട്ട് അവനെ ഇറങ്ങി. അങ്ങനെ അവർ ഇറങ്ങി ഓടിയപ്പോൾ പിന്നാലെ ഞങ്ങൾ വന്നപ്പോഴേക്ക് അവർ സ്കൂട്ടിയുമ്പോൾ വേഗം പോയി. അങ്ങനെ ഞാൻ താഴത്ത് ഇറങ്ങി വന്ന് എൻ്റെ വണ്ടി വിട്ടിട്ട് നോക്കുമ്പോൾ അങ്ങാടി ചെന്നോക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ട്. വെള്ളിയാഴ്ച ദിവസമല്ലേ അങ്ങാടിയൊക്കെ ഫുള്ള് ബന്ധായി കിടക്കുകയാണ്. മുമ്പ് പിന്നെ ഇന്നോവയിൽ വന്ന ആൾക്കാരെ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിൽക്കണം മറ്റേ കണ്ടു. മുംബൈ വന്നിട്ടുണ്ട്. അത് 8 പവൻ, ഏകദേശം 8 പവൻ. 7ന്റെ മുകളിലുണ്ട്. 8ലേക്ക് ദേശം കമ്മി വരുമെന്ന് വെച്ചാൽ 8 ഉണ്ട്. സംഭവ സ്ഥലത്തെത്തിയ കൊളത്തൂർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. പ്രതികൾ സഞ്ചരിച്ച ബൈക്കിനെ കുറിച്ചും അവർ രക്ഷപ്പെട്ട ദിശയെക്കുറിച്ചും സൂചനകൾ ലഭിക്കാനായി സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. കവർച്ച നടന്ന സമയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് പ്രതികളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.